അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 മലയാളം ട്രെയിലർ ഇറങ്ങി. ഓക്കെ, ഞാനത് കണ്ടിട്ട് അടിപൊളി പ്രൊമോ. ഓക്കെ, ദ ട്രെയിലർ ഈസ് ഗുഡ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഷോ എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പറയുന്നത്. പക്ഷെ എനിക്ക് ഈ ട്രെയിലറെ കുറിച്ച് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല, എനിക്ക് പറഞ്ഞേ പറ്റൂ. കാരണം വെച്ചാൽ ഞാൻ കണ്ട ട്രെയിലേഴ്സിൽ ഏറ്റവും നല്ല ട്രെയിലേഴ്സ്. ഇതിൽ വെറുതെ കുറേ ഡാൻസും കളർഫുള്ളും കുറേ ഡയലോഗുകൾ മാത്രമല്ല, ഇതിൽ ഡയലോഗ്സ് കറക്റ്റ് നമുക്ക് എന്താ വേണ്ട ആ ഡയലോഗുകൾ മാത്രം പറയുന്ന ലാലേട്ടൻ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? പക്ഷേ ഇത് തന്നെ അങ്ങനെ ആക്കിയാൽ മതി അവിടെ. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. വളരെ നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തുടങ്ങാം, ഒരു ഫസ്റ്റ് ഹെഡ്സപ്പ് പറയാം. അപ്പോൾ ട്രെയിലറിൽ പുള്ളിക്കാരൻ എല്ലാ ഇഷ്യൂസും നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന എല്ലാ ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് സേഫ് ഗെയിമേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ കരച്ചിൽ വാവുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് വലിയ എന്താണ് പറയുക, പൊങ്ങച്ചം പറയുന്ന ആൾക്കാരുണ്ടല്ലോ കുറേ പേര്, അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭയങ്കര കലാബോധമുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ ആ കല നമ്മൾ വെറുപ്പിച്ച് കളയുന്ന ആൾക്കാരുണ്ട്, അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ സേഫ് ഗെയിമേഴ്സ് ഉണ്ടല്ലോ, വെറുതെ ഇരുന്ന് ഈ ബലൂൺ ഗെയിമൊക്കെ വരുമ്പം കളിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുറച്ച് സേഫ് ഗെയിമേഴ്സ്, അവരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി. പിന്നെ അതിലും വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ലാലേട്ടനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ ഒന്നും പറയാറില്ലല്ലോ, പലപ്പോഴും നമുക്ക് തോന്നുന്നു ഒന്നും വേണ്ടിയിരുന്നെങ്കിൽ. ഞാൻ തന്നെ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് സൽമാൻ ഖാനെ പോലെയൊക്കെ സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. പക്ഷേ പുള്ളിക്കാരൻ ഒന്നും പറയാറില്ല. ഈ പ്രാവശ്യം പുള്ളിക്കാരനെ തന്നെ ഒരു നെഗറ്റീവ് ഫാക്ടർ എടുത്ത് നിങ്ങൾ പറഞ്ഞേക്കുവാണ്, അതായത് സേഫ് കളിക്കരുതെന്ന്. അതുപോലൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഗെയിം അടിപൊളിയായിരിക്കും. എനിക്ക് ഏറ്റവും പറയാനുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, എന്തൊക്കെ ഗെയിം അടിപൊളിയാണെങ്കിലും നമ്മുടെ മലയാളം ബിഗ് ബോസിന് വലിയൊരു ഫ്ലോസ് ഉണ്ട്. എന്താണെന്നറിയോ? സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ സോഷ്യൽ മീഡിയയിൽ കുറേ പേര് ഇറങ്ങും, എന്താണ് ഇവർ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ആൾക്കാരാണ്, ഇവരെ വിന്നറാക്കൂ അവരെ വിന്നറാക്കൂ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഞാൻ എപ്പോഴും കാണാറുണ്ട്. എല്ലാ കൊല്ലവും ഞാൻ ആലോചിക്കും, ദൈവമേ ഇതിന് എഗെയിൻസ്റ്റ് എന്തെങ്കിലും പറഞ്ഞാലോ. പക്ഷേ എനിക്ക് അതിനുള്ള സമയം ഉണ്ടാവാറില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഫോളോ ചെയ്തിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയും. പക്ഷെ ഞാൻ ഒരിക്കലും ഇതിൽ സപ്പോർട്ട് ചെയ്തില്ല. ഇവരെ പുറത്താക്കണം. നെഗറ്റീവ് ഗെയിമേഴ്സ് ഉണ്ടാവും, പോസിറ്റീവ് ഗെയിമേഴ്സ് ഉണ്ടാവും. ഗെയിമേഴ്സാണ്, അവർ കളിക്കണം. അല്ലാതെ വെറുതെ കളിക്കുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് പുറത്താക്കിയിട്ട് നമ്മൾ എന്ത് കാണാനിരിക്കുകയാണ്? കഴിഞ്ഞ എല്ലാ പ്രാവശ്യവും ഇത് തന്നെ ഉണ്ടാവാറ്. എൻ്റെ അഭിപ്രായം, ബിഗ് ബോസ് ടീം തന്നെ ഒരു റൂൾ വരുത്തണം. അറ്റ്ലീസ്റ്റ് ദേ ഷുഡ് സേവ്. അവർ സേവ് ചെയ്യാം. അവർക്ക് ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നടക്കില്ല, അവർ സേവ് നിർത്തും. കളിക്കുന്ന ആൾക്കാരെ പുറത്താക്കുന്ന എന്തിനാണ്? ആൾക്കാർ പിന്നെ ഹിന്ദിയിലൊന്നും അങ്ങനെ നെഗറ്റീവ് ആയാലും അവർ പുറത്താക്കുന്നൊന്നുമില്ല. അവരവരെ കളിയായിട്ട് കാണുന്നുള്ളൂ. ഗെയിം മെൻറ്റാലിറ്റിയിലാണ് കാണുന്നത്. നമ്മൾ മലയാളികൾ ഭയങ്കര ലിറ്ററസിയാണ്, ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുമല്ലോ. പക്ഷേ ഈ വക കാര്യത്തിന് ഞാൻ വരുമ്പം നമ്മൾ തനി ലോ ആണ് കേട്ടോ. ശരിക്കും ഗെയിമിനെ ഗെയിമായിട്ട് കാണാതെ അതിന് ഭയങ്കര ഇമോഷണൽ കണ്ടൻറ്റ് കൊടുത്തിട്ട് ഒരാളെ എന്താ പറയുക നെഗറ്റീവ് ആക്കാം, കുറേ ഡീഗ്രേഡിങ് കണ്ടൻറ്റ് ഉണ്ടാക്കുക. എന്തൊക്കെ കണ്ടൻറ്റാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ദിൽഷയുടെ ഒക്കെ സമയത്ത് ദിൽഷ ജയിച്ച് പുറത്ത് വന്നത് മാത്രമല്ല, റോബിനായിട്ടില്ല എന്ന് പറഞ്ഞ ശേഷം എന്തോരം ആൾക്കാർ എന്തൊക്കെ നെഗറ്റീവ് കമൻസാണ് ആ കുട്ടിക്ക് അഗെയിൻസ്റ്റ് പറഞ്ഞത്. ഇങ്ങനെയൊന്നും ഹിന്ദിയിൽ ഞാൻ കണ്ടിട്ടില്ല. റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹിന്ദിയിലും ചാനൽസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവർ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യില്ല. ഗെയിമിനെ ഗെയിമായിട്ട് പറയാം. ആ ഗെയിമിലുള്ള ആ വ്യക്തിനെ കുറിച്ച് നമുക്ക് പറയാം. പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചോ അത് പുറത്ത് കഴിഞ്ഞിട്ട് അവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നൊന്നും ശരിയല്ല. അത് എഗെയിൻസ്റ്റാണ്. ഞാൻ എഗെയിൻസ്റ്റാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട പല റിവ്യൂസ്, എല്ലാവരും അല്ല, പലവരും അത് ചെയ്യുന്നുണ്ട്. എല്ലാവരും അല്ല, വളരെ ചുരുക്കം പേര് ഡീസൻ്റായിട്ട് ചെയ്യുന്നുള്ളൂ. എനിക്ക് അവരോട് വേറൊന്നും പറയാനില്ല. ഹാറ്റ്സ് ഓഫ്. നിങ്ങൾ ചെയ്യുന്ന വളരെ നല്ല ജോബ്, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. നിങ്ങൾക്കും ഒരു വരുമാനം, ബാക്കിയുള്ളവർക്കൊരു എൻ്റർടൈൻമെൻറ്റ്. പക്ഷേ അതിൽ നെഗറ്റീവ് കണ്ടൻറ്റ് ആഡ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നും പറയാനില്ല. പിന്നെ ഇത് എനിക്ക് ജനറലായിട്ട് എനിക്ക് പറയാനുള്ള കാര്യമാണ്, ഇൻ കേസ് നിങ്ങൾ അങ്ങനെ നെഗറ്റീവ് കാണുവാണെങ്കിൽ തന്നെ അത് ദയവേത് വിശ്വസിക്കല്ലേ. നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ബുദ്ധിയും തലച്ചോറും ഒക്കെ ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചൂടെ ഇത് ശരിയാണോ തെറ്റാണോ? ഒരാൾ പറയുന്നതനുസരിച്ച് മാത്രം എന്തുകൊണ്ട് പോകുന്നു? അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പലരും ആ ഇൻഫ്ലുവൻസിന് മാത്രമാണ് വോട്ട് ചെയ്യുന്നതും ഇല്ലേ. ഫോർ എക്സാമ്പിൾ, ദിൽഷ റോബിൻ്റെ കേസിൽ എല്ലാവരും ദിൽഷ റോബിനെ കല്യാണം കഴിക്കും എന്നൊരു കോൺസെപ്റ്റിൽ തന്നെയാണ് പോയി. ആ കുട്ടി ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഫുൾ സീസണിൽ ദിൽഷ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ റോബിനെ കല്യാണം കഴിക്കുന്നു.
പക്ഷേ യു ജസ്റ്റ് മെയ്ഡ് ഇറ്റ്. എന്നിട്ട് ആ കുട്ടി പുറത്തുനിന്ന് ആ കുട്ടിക്ക് ഡിസിഷൻ എടുത്തൂടെ ലൈഫിൽ? യു ഡിഡ്ന്റ് ഡു ദാറ്റ്. പിന്നെ അത് മാത്രമല്ല, ഈ കളിക്കുന്ന എല്ലാ സ്ത്രീകളെയും നിങ്ങൾക്ക് കണ്ണെടുത്ത് കണ്ടുകൂടാ. എന്താണെന്ന് എനിക്കറിയില്ല. അതേസമയം ആണുങ്ങൾ അതേപോലെ സംസാരിച്ചാൽ അവർക്ക് കുഴപ്പമില്ല, അവർ ജയിക്കുകയും ചെയ്യും, അവർ രാജാവാവുകയും ചെയ്യും. എന്താ, രാജ്ഞിമാരുണ്ടാവാൻ പാടില്ലേ? എനിക്ക് മനസ്സിലാത്ത കാര്യമല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ സ്ത്രീകൾക്ക് വളരെ അധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്? അവർ കളിച്ചാലും പ്രശ്നം, കളിച്ചില്ലെങ്കിലും പ്രശ്നം. അവർ മിണ്ടാതിരുന്നാൽ അപ്പോഴും പ്രശ്നം, മിണ്ടിപ്പോയാലോ അതും പ്രശ്നം. സുചിത്രേനൊക്കെ എന്താ കാണിച്ചിട്ടുള്ളത്? പുള്ളിക്കാരി കളിച്ചില്ല, അത് സമ്മതിച്ചു, പക്ഷെ എന്നാലും പുള്ളിക്കാരി ഒന്നും മിണ്ടിയിട്ടില്ല, എന്നിട്ടും നെഗറ്റീവായിപ്പോയി. അപ്പോൾ മിണ്ടാതിരുന്നാലും നെഗറ്റീവ്. അപ്പോൾ ഗെയിം കളിക്കാൻ വരുന്നവർ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ കളിച്ചാലും കളിച്ചില്ലെങ്കിലും നെഗറ്റീവൊക്കെ ആവും. ഈ ബിഗ് ബോസ് ഷോ അങ്ങനെയാണ്. നിങ്ങളുടെ സ്വന്തം ഒരാളുടെ ക്യാരക്ടർ ഫുൾ എടുത്ത് കാണിക്കുമ്പം അതിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫുൾ പോസിറ്റീവായിട്ട് പുറത്തു വരാൻ സാധ്യതയില്ല. പിന്നെ ചിലർ കുറച്ച് കൂടുതൽ പോസിറ്റീവ് ആവുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ഷോ വിച്ച് മേക്സ് യു പോസിറ്റീവ് അല്ലേ. എപ്പോഴും വിന്നേഴ്സിനും നെഗറ്റീവ് കമൻസ്, പിന്നെ വിൻ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് എന്തൊക്കെ നെഗറ്റീവ് കമൻസാണ് പലർക്കും കിട്ടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. ഇപ്പോൾ മണിക്കുട്ടനാണെങ്കിലും വിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം മണിക്കുട്ടനെ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ എല്ലാവരും കമൻസ് നെഗറ്റീവും ഇതൊക്കെ വരും. പക്ഷെ നിങ്ങൾ കളിക്കുമ്പം നല്ല രീതിയിൽ കളിക്കുക, നന്നായിട്ട് കളിക്കുക. എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഈ തവണത്തെ ഷോ കുറേയൊക്കെ മേക്കേഴ്സിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു എന്താ പറയുക, ട്രെയിലർ അല്ലെങ്കിൽ ആ പ്രൊമോ കഴിഞ്ഞ ശേഷം എനിക്ക് മനസ്സിലായത് നമുക്ക് പറയാനുള്ളതൊക്കെ പുള്ളിക്കാരൻ അല്ലെങ്കിൽ അവർ ആ ടീം ദേ നോ ഇറ്റ്. ഇനി പിന്നെ ഒരു കാര്യമുണ്ട്, അവർക്ക് ചെയ്യുന്നതിനൊരു ലിമിറ്റല്ലേ ഉള്ളൂ. അവർക്കൊരു കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുമ്പം അതനുസരിച്ച് സെലക്ട് ചെയ്യാമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫുൾ വോട്ടിംഗ് ആണ്. ഈ വോട്ടിങ്ങിലാണ് പ്രശ്നം വരുന്നത്. ഈ വോട്ടിംഗ് മൊത്തം ഓഡിയൻസ് അനുസരിച്ചാണ് പോകുന്നത്. അത് നമ്മുടെ മലയാളി ഓഡിയൻസ് നേരത്തെ പറഞ്ഞ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ കളിക്കുന്നവരെ പുറത്താക്കും. അതാണ് പ്രശ്നം. എൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദിയെ പോലെ കുറച്ചൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ മുഴുവല്ല പ്ലീസ്. ഹിന്ദി ഈസ് ലൈക്ക് ടു മച്ച്, കുറച്ച് കൂടുതൽ തന്നെയാണ്. നമുക്ക് ഇറിറ്റേഷനായി പോകും. കാരണം വെച്ചാൽ കളിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഫേവറേറ്റ്സ് ഉണ്ടാവും. ആ കളിക്കുന്ന ആൾക്കാരുടെ ഫേവറേറ്റ് അങ്ങനെ പാടില്ല. അത് ചെയ്യരുത്. ഇത് കളിക്കുന്നവരെ നിർത്താൻ നിങ്ങൾ നോക്കിക്കോളൂ. അത് ഞാൻ വളരെയധികം സന്തുഷ്ടരാണ് അതിൽ. അങ്ങനെ നടക്കുവാണെങ്കിൽ നല്ലതാണ്. കളിക്കാത്തവർ എത്ര ഫാൻസ് ഉണ്ടെങ്കിലും പുറത്താക്കാൻ പറ്റുമെങ്കിൽ പുറത്താക്കാം പ്ലീസ്. വെറുതെ ഫാൻസ് ഫോളോയിങ്സ് മാത്രം കയറ്റിയിട്ട് കൊണ്ടുപോകരുത്. പിന്നെ ലാലേട്ടൻ പറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തവണത്തെ പ്രൊമോ ഒക്കെ കണ്ടിട്ട് സൺഡേ എപ്പിസോഡൊക്കെ വരുമ്പം നല്ലൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കിക്കാണും എന്താണ് ഉണ്ടാവുന്നതെന്ന് പറയാൻ പറ്റില്ല. എല്ലാ പ്രാവശ്യം ഇങ്ങനത്തെ ഒരു കുറേ എക്സ്പെക്റ്റേഷനിലൂടെയൊക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷേ അറ്റ് ദ എൻഡ് ഒന്നും നടക്കാറില്ല. മിക്കപ്പോഴും പലതും നടക്കാറില്ല. നിരാശയായിട്ട് ഇങ്ങനെ ഇരിക്കും. എല്ലാ പ്രാവശ്യം ഒരു വിന്നറെ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, അറ്റ്ലീസ്റ്റ് ആ നെഗറ്റീവായ ആൾക്കാരെ നെഗറ്റീവ് ആക്കാതിരിക്കാനുള്ള ഒരു ഫീഡ്ബാക്ക് എങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ കളിച്ചാനേ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ജാസ്മിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫീഡ്ബാക്ക് കൊടുക്കാത്തതിൻ്റെ കുഴപ്പമായിരുന്നു ആ കുട്ടിക്കൊക്കെ. ശരിക്കും കാര്യങ്ങൾ തുറന്ന് പറയണം. ഇങ്ങനെയാണ് പ്രശ്നം, നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല, നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇത്ര. ആ കുട്ടിക്ക് എന്ത് പ്രഷറിലാണ് കളിച്ചിരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ലാസ്റ്റൊക്കെ എങ്ങനെ ഇറങ്ങിപ്പോയത്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും എത്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് അവിടെ കൺട്രോൾ ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചെയ്തില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ അടിയും പിടിയൊന്നും ഉണ്ടാവാതിരിക്കുക. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഗെയിമാണ്. വെറുതെ പോയി ഒരാൾ അടിക്കുക ഇടിക്കുക അതൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടൊന്നും ഒരാൾക്കും ഒരു ഗുണമില്ല, ആർക്കും ഗുണമില്ല. എല്ലാവർക്കും അതുകൊണ്ടൊരു ദോഷം മാത്രമേ ഉള്ളൂ. എന്തിന് ആ ഷോയ്ക്കും ദോഷം, നിങ്ങൾക്കും ദോഷം. എത്ര കാത്തിരുന്നിട്ടാണ് കുറേ പേർക്കൊക്കെ ബിഗ് ബോസിലൊക്കെ കയറാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് ദയവീത്. പിന്നെ നമുക്ക് നോക്കിക്കാണാം എങ്ങനെ വരുന്നു എന്നുള്ളത്. ഇനി എപ്പോൾ തുടങ്ങും എന്നുള്ളത് അറിയില്ല. ഏഷ്യാനെറ്റിലായിരിക്കും. പിന്നെ ലൈവ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജിയോ ഹോട്ട്സ്റ്റാറിൽ ലൈവ് ഉണ്ടാവും. അപ്പോൾ ലൈവ് റിവ്യൂ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഫുൾ ടൈം പ്രൊഫഷണലാണ്. അപ്പോൾ ഈവനിങ്ങിൽ എപ്പിസോഡ് കണ്ടിട്ടുള്ള റിവ്യൂസ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് വളരെയധികം ഞാൻ ഇൻവോൾവ് ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ. കാരണം വെച്ചാൽ എനിക്ക് ബാക്കി കുറേ റിവ്യൂസ് ഉണ്ട് ഇങ്ങനെ നെഗറ്റീവാക്കി മാറ്റുന്ന ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവരുമല്ല, ഞാൻ ഇപ്പോഴും പറയുന്നത് എല്ലാവരുമല്ല, മിസ്ലീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്കത് കാണുമ്പോൾ തോന്നും, നോ ദിസ് ഷുഡ് നോട്ട് ഹാപ്പൻ.
അപ്പോൾ എന്നെ കൊണ്ടാവുന്ന തരത്തിൽ ഞാൻ റിവ്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് കാണാം. തുടക്കം നന്നാവട്ടെ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഏഴിൻ്റെ പണി വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഓക്കെ, ബൈ.